നമസ്കാരം. ഇന്നലെ രാത്രി ഒരു 12 മണിയായപ്പോൾ ഒരു ഫോൺ, സ്വാമി TV നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കരൂരിൽ കൂട്ടമരണം. വിജയ് എന്ന് പറഞ്ഞ നടൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രോഗ്രാം, 10,000 പേർക്ക് അനുമതി. ആ കോമ്പൗണ്ടിൽ അടക്കി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 50,000 പേർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് അവിടേക്ക് ഇടിച്ചു കയറി വന്നത് 2 ലക്ഷം ആളുകൾ, കൊച്ചു കുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭിണികളടക്കം എല്ലാവരും കൂടി 42 പേര് ചതഞ്ഞരഞ്ഞു. 100ഓളം പേര് അപകടാവസ്ഥയിൽ ആശുപത്രിയിലും. ഈ ഒരു വാർത്ത അത് വന്നപ്പോൾ അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഉണർത്തിയത്. ഞാൻ ആ വാർത്ത കണ്ട ഉടനെ എൻ്റെ മനസ്സ് എവിടേക്കാണ് പോയതെന്നറിയാമോ? നമസ്കാരം. കരൂരിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ചവിട്ടി മെതിക്കപ്പെട്ടു. അടക്കി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 50,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കോമ്പൗണ്ടിനകത്ത് 2 ലക്ഷം പേര്. സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുക? അത് സംഭവിച്ചു. 40 പേരും മരിച്ചു കഴിഞ്ഞു. 100 പേര് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. മരണത്തിൻ്റെ തോത് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ TV യിൽ കാണുന്നത്. ആരാ കുറ്റക്കാർ? ജനങ്ങളാണോ കുറ്റക്കാർ? വിജയാണോ കുറ്റക്കാർ? സ്റ്റാലിനാണോ കുറ്റക്കാരൻ? അതൊരു ദൈവമാണോ കുറ്റക്കാരൻ? ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മക്കയിലുണ്ടായിട്ടുണ്ട്. ആളുകളുടെ എണ്ണം കൂടി തിക്കും തിരക്കുമായിട്ട് മക്കയിൽ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ എത്തുന്ന ഓരോരുത്തരെയും ഐഡൻറ്റിഫൈ ചെയ്ത് അവരവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ ഒരു കൂട്ടം ആൾക്കാർ വന്നോട്ടെ, ഹജ്ജ് ചെയ്തോട്ടെ, പൊക്കോട്ടെ എന്നുള്ളതല്ല. ഹൈലി അറേഞ്ച്ഡ് ആണ്. കാരണം അത് അവരുടെ മക്ക ഞങ്ങളുടെ നാട്ടിലാണെന്നുള്ളത് അവർക്ക് അഭിമാനിക്കാനുള്ളൊരു കാര്യമാണ്. മക്കയിലൊരു തുള്ളി രക്തം വീണ് കഴിഞ്ഞാൽ 2-3 വർഷം മുമ്പാണ് അവിടെ കൊടും ചൂടിൽ പലരും അവിടെ ഡീഹൈഡ്രേഷൻ വന്ന് വീണത്. ഇപ്പം അതില്ല. ഇവിടെ ഈ കേരളത്തിൽ കരൂര സംഭവം ഉണ്ടായി. അതേ സമയത്ത് ഞാൻ ഏകദേശം ഒരു കൃത്യമായിട്ട് അറിയില്ല, ഒരു വർഷം മറ്റോ ആയിട്ടുണ്ട് ഞാനിട്ടൊരു വീഡിയോ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് തേടി വരികയാണ്. തിരുവനന്തപുരത്ത് ഇതുപോലെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ ഒരു അടുപ്പ് കൂട്ടാൻ മത്സരം നടക്കുന്നുണ്ട്. അവിടെ തീവച്ചിട്ടാ കളി. അവിടെ ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ കാണണമെങ്കിൽ ശൂന്യാകാശത്തിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. അവരെല്ലാ ഇടവഴികളിലും എല്ലായിടത്തും മൂത്രം ഒഴിച്ചും അപ്പിയിട്ടും തീ കത്തിച്ചും ഇഷ്ടികകൾ, പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടികളൊക്കെ അവിടെ വലിച്ചിടും. പിന്നെ അതൊക്കെ ആ സ്ഥലം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോർപ്പറേഷനും അതും ഇതും പോലീസും പട്ടാളവും വരണം. അവിടെയും സിനിമാ നടികളെ ഇടവിട്ട് പുട്ടിന് പേരിടുന്ന പോലെ സിനിമാ നടികളെ കൊണ്ടിരുത്തും. എന്നിട്ട് അവരുടെ ഇൻ്റർവ്യൂ, ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ. പൊങ്കാലിട്ടിട്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടായത്? ഞാൻ 10 വർഷമായിട്ട് പ്രസവിക്കാണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഇരട്ട പറ്റൂ. അതൊന്ന് ആൺകുട്ടി, ഒന്ന് പെൺകുട്ടി, ഒന്ന് നല്ല കറുത്ത കുട്ടി, ഒന്ന് നന്നായിട്ട് വെളുത്ത കുട്ടി. മിടുക്കി. ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചു, എൻ്റെ രോഗം ഭേദമായി. ഇതൊക്കെ പറയിപ്പിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പൊങ്കാല എന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് എഴുന്നള്ളും. ഇന്നിപ്പോൾ ഞാനൊക്കെ തിരുവനന്തപുരത്ത് പോകുന്ന സമയത്ത് 10, 30, 35, 40 വർഷങ്ങൾക്ക് പോകുന്ന സമയത്ത് അവസ്ഥയല്ല ഇന്നവിടെ. വാഹനങ്ങൾ വർദ്ധിച്ചു, ജനങ്ങൾ വർദ്ധിച്ചു, റോഡുകളുടെ വീതി കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു. കാരണം ജനങ്ങളുടെ ബഹുളത. അവിടെ ഇരുന്നുകൊണ്ടാണ് ഒരു ദിവസം ആളുകൾ കൂടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല,
എല്ലാവരും തീ കത്തിയൽ പരിപാടി അവിടെ ലോകത്തിൽ എവിടെയും കേൾക്കാത്തൊരു കാര്യമാണ്. ആ പറയുന്ന ആറ്റുകാല അമ്മച്ചിയുണ്ട്, അതിൻ്റെ മുമ്പിൽ വലിയൊരു ചരക്ക് വെച്ചിട്ട് അവിടെ കുറേ പൊങ്കാല ഉണ്ടാക്കിയിട്ട് അതെല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുത്താൽ പോരെ. ഇവരെല്ലാവരും വന്ന് വീട്ടിൽ നിന്ന് ഇഷ്ടികയും പാത്രവും കൊണ്ടുവന്ന് അവിടെയുള്ള എല്ലാ തെരുവോരങ്ങളിലും ഇരുന്ന്, അത് വാസ്തവത്തിൽ പൊങ്കാലയല്ല, പണ്ടാരക്കെട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ആളുകളെ ദ്രോഹിക്കുക ചെയ്യുന്നത്. അന്നേ ദിവസം തിരുവനന്തപുരം ആകെ പുകയാണ്, അവിടെ പുക. നല്ല കാര്യമാണത്. അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നതോറും ഇവരെല്ലാവരും എല്ലാ വർഷവും പറയുന്നു കഴിഞ്ഞ വർഷം വന്നത് 10 പേരാണ്, ഇത്തവണത് 12 പേരായി, നാളെ 13 പേരാകും, വർദ്ധിച്ച് വരികയാണ്. അങ്ങനെ ഒരു ദിവസം കേൾക്കാം എല്ലാം കൂടി കരൂരിൽ സംഭവിച്ച പോലെ. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്ന വിഡ്ഢിയാനല്ല ഞാൻ. അത് സംഭവിച്ചേ മതിയാകും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കുന്ന സമയത്താണ് ഈ പണ്ടാരടുപ്പ് എന്തോ പറയും, നല്ല പേരാ, പണ്ടാരടുപ്പ്, പണ്ടാരക്കാരന്മാരുടെ അടുപ്പ്. ആ പണ്ടാരടുപ്പും അതിനകത്തുള്ള ഈ പരിപാടികളും പൊങ്കാല പരിപാടികളും അത് നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ഇത്ര ആൾക്കാർ കൂടിയിട്ട് ഒരേ സ്ഥലത്ത് ഗേതേടാകരുത്. നിങ്ങൾക്ക് പൊങ്കാല ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലും ഇടാമല്ലോ. ഇങ്ങനെ എന്തിനു പറഞ്ഞ ഉടനെ തന്നെ പറയാം ഹിന്ദു മതത്തിനെതിരെ. അപ്പോൾ ഉടനെ തന്നെ പറയുന്ന ആൾക്കാരെത്തി അവിടെ ഹിന്ദു സംസ്കാരത്തിനെതിരെ. ഇത് പറയാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കിടന്ന് നടക്കുന്നുണ്ട്, CJP കിടന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എന്തേലാവട്ടെന്നേ. ഞങ്ങളുടെ അവിടെ ഒരു കൊച്ചുകുട്ടി വരാറുണ്ട്. അവനിവിടെ ഈ തീ കണ്ടു കഴിഞ്ഞാൽ, വിളക്കോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് കയറി പിടിക്കും. അടുത്തേക്ക് അടുക്കുമ്പോൾ അവൻ്റെ അമ്മൂമ്മ പറയും, അയ്യോ മോനെ അവിടെ അത് കഴിഞ്ഞ് വീണ്ടും അതെ, അവന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അടുത്തേക്ക് അടുക്കും. ഒരിക്കൽ അവനിതുപോലെ തന്നെ അവിടെ ഇത് കർപ്പൂരം കത്തിച്ച് വെച്ചിട്ടുണ്ട്, സാമ്പ്രാണി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ പോയിട്ട് അവൻ പിടിക്കും. അതെ, ഒരു ദിവസം അവൻ്റെ അമ്മൂമ്മ പറഞ്ഞു അവൻ പിടിക്കട്ടെ, സ്വാമി അവൻ പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. അവൻ പതുക്കെ പോയിട്ട്, അപ്പം ഞങ്ങൾ അങ്ങനെ ഇത് വീക്ഷിക്കുന്നുണ്ട്. അവൻ നേരെ പോയിട്ട് സാമ്പ്രാണിമ കയറി പിടിച്ചു. ആ സമയത്ത് അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അത് വീഡിയോയിൽ പകർത്തേണ്ടതായിരുന്നു വാസ്തവത്തിൽ. അപ്പം അത് അടി കിട്ടിയ ഉടനെ തന്നെ തീമിയ കയറി പിടിച്ച് കിട്ടിയ ഉടനെ തന്നെ അവൻ അങ്ങോട്ടും ഇടോ നോക്കണം. നമ്മൾ കണ്ടു, അവർ കണ്ടു, എന്തോ സംഭവിച്ചു, എന്താ അവന് മനസ്സിലായിട്ടില്ല. പിന്നെ അവൻ അടുത്തിട്ടില്ല. ഇതുപോലെ അറിയാത്ത കുട്ടി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഇതുപോലെ മറ്റേ തിരുവനന്തപുരം പൊങ്കാല ഉള്ള കാര്യം, മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതേപോലെ ആർജവ സ്വഭാവമുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാണ്. മറ്റേ തിരുവനന്തപുരത്തെ പൊങ്കാലയിൽ കരൂർ ആവർത്തിച്ച പോലെ അവിടെ ചവിട്ടിക്കൂട്ടലുകൾ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. കാരണം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവിടെയുള്ള എല്ലാ ഇടവഴികളിലും തിങ്ങി നിറഞ്ഞിട്ട് അവിടെ താമസക്കാരുണ്ട്. അവിടുത്തെ താമസക്കാരിൽ ആരെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അകത്തേക്ക് ആംബുലൻസ് കൊണ്ടുവരാൻ പറ്റില്ല, പുറത്തേക്ക് ആംബുലൻസ് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ഗവൺമെൻറ് ഉണ്ട്, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മെക്കെട്ട് കയറും. ഇവിടുത്തെ വായിന് പറയും പൊങ്കാല നശിപ്പിക്കാൻ വരുന്നു പിണറായി എന്നാണ് പിന്നെ അടുത്ത് പറയുക. അത് തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇവിടെ CJPക്കാരും കോണഗ്രാസുകാരും. മതത്തുമ്പ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം, മതത്തുമ്പ കയറി പിടിക്കുക. ഏറ്റവും നല്ല വ്യവസായം അതാണല്ലോ. അത് രാഷ്ട്രീയമാണെങ്കിലും അല്ലെങ്കിലും അതാണല്ലോ ഏറ്റവും വലിയ വ്യവസായം. ഇപ്പം കണ്ടില്ലേ മറ്റേ കടപ്പുറം, അവിടെ ഇങ്ങനെ ഈ മറ്റേ ഇവിടെ ഏത് കേന്ദ്രമന്ത്രി ഇങ്ങനെ വിളിച്ചാൽ മതി, ഇതെങ്ങനെ ഇത് വിളിച്ച് ഓടി വരുന്നത് എന്താ കാരണം? നല്ല ബിസിനസ് അല്ലേ. മതം വെച്ചുള്ള കളി അതാണ് ഏറ്റവും നല്ല ബിസിനസ്. ഇപ്പോൾ എളുപ്പമാണ്. ആ മതത്തിൻ്റെ കാര്യങ്ങൾ പരിപൂർണമായിട്ട് അരച്ച് കലക്കി കുടിച്ചിട്ടും ഒന്നിനും കൊള്ളാത്തവനായിട്ട് നടക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട് കേട്ടോ. എളുപ്പം തമിഴ്നാട്ടിലാണ്. പേരറിയോ എന്താണെന്ന്?
അങ്ങനെ കേട്ടോ, കൃത്യമായിട്ട് പറ. ആ, സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ. അത് വെച്ച് ബിസിനസ് കളിക്കുന്നില്ല. ചാഞ്ഞു കിടക്കുന്ന മരത്തുമ്പോൾ ഓടിക്കയറുന്നൊരു പരിപാടിയില്ല. ഉള്ള കാര്യം വിളിച്ചു പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾ പിറന്നു വീണ സമൂഹത്തിൻ്റെ ദുര്യോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട്. ആണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, അയ്യപ്പൻ്റെ രോമം എന്ന് പറഞ്ഞിട്ട്. പെണ്ണുങ്ങളെ കണ്ടൂടാ, അയാളെ വ്രത ദൈവ. ഞാൻ ചോദിക്കുന്നത് അർത്ഥമുണ്ടോ ഇല്ലയോ? അവിടെ തത്വമസീന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തത്തമസി എന്നല്ലല്ലോ എഴുതി വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന കേൾക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന മഹാപ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചത് അവനാണെങ്കിൽ പെണ്ണുങ്ങളെ കണ്ടൂടാ. അവനെ ഏത് കോണത്തിലെ ദൈവമാണ് അവൻ? ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഏത് കോണത്തിലെ ദൈവമാണ്? പിണറായി കേട്ട് ചോട്ടണോ അവൻ ചുളിയും. അവൻ ചുളിയും. വീടിനകത്ത് രാജവന്മാരെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ രാജവനെ പത്തിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം നമ്മുടെ സ്ഥിതി എന്താ? ഇവരെ പിണറായി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ അയ്യപ്പൻ ഇങ്ങനെ ചുളിയും. അവൻ എവിടുത്തെ ദൈവ? ഇത് ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ശബരിമലയിലും ഇത് തന്നെ ആവർത്തിക്കും. അവിടെ നട തുറക്കണം. അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന ചെങ്ങന്നൂരോ ചങ്ങനാശ്ശേരിയിലോ കൊണ്ടൊരു കല്ലിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ. അവിടെ ഒരു അരേക്കർ സ്ഥലം വെച്ച് ആ കല്ല് അവിടെ കുത്തിവെക്ക്. എന്നിട്ട് അവിടുത്തെ അയ്യപ്പൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്ക്. കാടിനെ കാടർക്ക് ആനയ്ക്കും പുലിക്കും കടുവയ്ക്കും വിട്ടുകൊടുക്ക്. അവിടെയല്ല ഈ പണ്ടാര അമ്പലം സ്ഥാപിക്കേണ്ടത്. അത് കാടര അമ്പലമായിരുന്നു. അത് ആ രീതിയിലാണ്. യാതൊരു പ്രശ്നവുമില്ല. തേൻ കൊണ്ട് അഭിഷേകം നടത്തിയിരുന്നത്, തേനഭിഷേകം നടത്തിയിരുന്നത്. അത് അവരെ വിട്ടു. കയ്യിൽ പൈസ വരാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഈ നമ്പൂറി വംശങ്ങൾ കയറി. അത് ഞങ്ങളുടെയാണെന്നും പറഞ്ഞ് അവർ ഈ വിഗ്രഹം എടുത്ത ആറാട്ടിന് വെള്ളത്തിൽ മുക്കി പമ്പയിൽ മുക്കി കുളിപ്പിക്കുന്ന പരിപാടിയെ കാണുന്ന സമയത്ത് ഇവരാണ് ഈ പൂണൂൽധാരികളാണ്, ശോഭാ ജോണിൻ്റെ ആൾക്കാർ. അവരാണ് ചുറ്റും നിൽക്കുന്നത്, നടുവിൽ വിഗ്രഹവും. അതിന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അയ്യപ്പൻ സ്വാമിയെ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന്. ഒരിക്കൽ KPSC നാടകം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോളേ, ഭഗവാൻ കാല് മാറുന്നു. രാത്രി സ്വർണ്ണ വിഗ്രഹം അടിച്ചു മാറ്റി 2-3 കള്ളന്മാർ കൂടിയിട്ട് എങ്ങനെയോ തപ്പിച്ച് അവരവരുടെ വീട്ടിലെത്തി. രാത്രി തന്നെ ആ സ്വർണ്ണ വിഗ്രഹം ഉടച്ചു മാറ്റി വിൽക്കണമല്ലോ. അതിനായിട്ട് അവർ ആ ചാക്ക് തുറന്നു. വിഗ്രഹത്തിന് ചാക്ക് തുറന്നപ്പോൾ അതിനകത്ത് സാക്ഷാൽ അയ്യപ്പനാണ് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ പ്രേമചന്ദ്രനെ അഭിനയിച്ചത്. എല്ലാവരും പേടിച്ചു. വലിയൊരു പ്രഭാപൂരം. ഞങ്ങളതിന് ചുട്ടരിക്കുമോ? അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട സഹോദരന്മാരെ, എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നല്ലോ നിങ്ങൾ. അതിന് സന്തോഷം. അതുപോലത്തെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഓരോ വർഷവും ഞങ്ങൾ ഭരിക്കുമ്പോൾ 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഭരിക്കുമ്പോൾ ഒരു പറയും ഞങ്ങൾ ഭരിക്കുമ്പോൾ 12 പേര് വന്നു എന്ന്. വീണ്ടും ഇവർ വരുമ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ 14 പേര് വന്നു എന്ന്. കരൂര് അവിടെയും ആവർത്തിക്കും. ഓടാൻ സ്ഥലമില്ല അവിടെ. കോമ്പാക്റ്റാണ്. അപ്പുറത്ത് കാടാണ്, ഇപ്പുറത്ത് കാടാണ്. അവിടെ മുള്ളുപുരയുടെ ബോൾക്കമ്പാമ്പുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്. എവിടേക്കാ ഓടുക? അവിടെയും യാതൊരു സംശയവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവിടെയും പെടഞ്ഞ് വീഴും ഓരോരുത്തരും. അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിക്കൂട്ടിൽ അവിടെയും നടക്കും. നിയന്ത്രിക്കണം. ഇവിടെ എല്ലാ നടകളും എല്ലാ മാസവും തുറക്കുന്ന എല്ലാ ദിവസവും തുറക്കുന്നുണ്ടല്ലോ. ഇവരുടെ ദിവസവും തുറന്നു വെച്ചുകൂടെ? ആചാരം എന്തിനാ ആചാരം? നാട്ടുകാരുടെ കാര്യത്തിന് മാത്രമേ ആചാരമുള്ളൂ. എവിടെടാ നമ്പൂറി നിൻ്റെ മുൻകുടുമ? അത് കാണാനില്ലല്ലോ. കടൽ കടന്ന് നീ പോകുന്നുണ്ടല്ലോ. വടക്ക് കോരപ്പുഴ കടന്ന് നീ പോകുന്നുണ്ടല്ലോ. അതൊന്നും ആചാരലംഘനമല്ലേടാ? ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരും കൂടി ആചാരം പെണ്ണ് കയറാൻ പാടില്ല. പണ്ട് പറഞ്ഞിരുന്നു മെൻസസിൻ്റെ പ്രശ്നമാണെന്ന്, രജസ്സിലായതിൻ്റെ പ്രശ്നമാണെന്ന്. ഇപ്പം അത് വിട്ടു. ഇപ്പം 10 മുതൽ 50 വയസ്സ് വരെ, 10 മുതൽ 50 വയസ്സ് വരെ. അതെന്തൊരു മര്യാദയാണത്? എല്ലാത്തിനും ശാസ്ത്രം വേണ്ടേ? അതെന്തോ ആകട്ടെ, അത് വേറെ കഥ. പറഞ്ഞു വരുന്നത് പൊങ്കാല, ഈ പറയുന്ന ഖരൂരിലുണ്ടായ സംഭവം അത് തിരുവനന്തപുരത്ത് ഉണ്ടാകും. കാത്തിരുന്നോ? ഉണ്ടാകാതിരിക്കട്ടെ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. റെയിൽപാളത്തെ കൊണ്ട് തലവെച്ച് കിടന്നുറക്കുന്ന ഒരാൾ ഇറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചിട്ട് കർത്താവേ കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന്. അത് കഴിഞ്ഞ് തലവെച്ച് കിടക്കുന്നത് റെയിൽപാളത്തുമല്ല. ഏത് കർത്താവായി രക്ഷിക്കുക? 2018 വെള്ളപ്പൊക്കം വന്ന സമയത്ത് ശബരിമല ശബരിമല പോലും രക്ഷിക്കാൻ പറ്റിയില്ല. ആയതുകൊണ്ട് തന്നെ പൊങ്കാല
വളരെ അപകടകരമായ രീതിയിൽ അവിടെ നടത്തുന്നത്. എല്ലായിടത്തും തീയാണ്. പഞ്ചഭൂതങ്ങളോട് കളിക്കരുത്. കാറ്റാകട്ടെ, അഗ്നിയാകട്ടെ, ജലമാകട്ടെ, ഭൂമിയാകട്ടെ, ആകാശമാകട്ടെ, എല്ലാം പ്രകമ്പനം കൊണ്ട് ഞാൻ ഒന്ന് കറങ്ങിയാൽ മതി, പിന്നെ ഈ ലോകം ഉണ്ടാവില്ല. ആ തീയും വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. ആ തീയും വെച്ചുകൊണ്ടാണ് കഞ്ഞി അടുപ്പുണ്ടാക്കലും അടുപ്പിലെ ഒരു കൂത്തിലെ പരിപാടി നടത്തലും. അവിടെയും ഇതുപോലെ വീഴണം, അവിടെ തീ പടരണം, കുറേ എണ്ണം അതിൽ വെന്തുരുകണം, എന്നാലേ പാഠം പഠിക്കൂ. അത് തന്നെ ശബരിമലയിലും അവിടെയും ഇതുപോലെ തന്നെ കരൂർ ആവർത്തിക്കും. അന്ന് മാറത്തടിച്ച് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ വരുമ്പോഴേ ഗവൺമെൻറ് പറയാൻ പറ്റുള്ളൂ. ഇപ്പം മനസ്സിലായല്ലോ അവരുടെ ശബരിമല നട 360 ദിവസവും തുറന്നു വയ്ക്കുക. തിരുപ്പതിയിലൊക്കെ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ, ഗുരുവായൂർ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പൊങ്കാല അടുപ്പ് ഇനി പുറത്തിടരുത് എന്ന് പറയാൻ ഗവൺമെൻറ്റിന് കഴിയണമെങ്കിൽ അവിടെയും കുറേ ശവങ്ങൾ വീഴണം. എന്നാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, എന്നാലേ അവർക്ക് ചിട്ടവട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുവരെ സിനിമാ നടികളെയും വെച്ചുകൊണ്ടുള്ള ഈ കളി അവിടെ നടക്കും. അതിനൊരു അവസാനം ഉണ്ടാകും. അവസാനം കരൂരിൽ സംഭവിച്ച പോലെ തന്നെയായിരിക്കും. നമസ്കാരം.